ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് CMA ഇന്ററിൻ്റെ ജൂൺ 2025 എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ലോ പേപ്പറിൽ സെക്ഷൻസ് എഴുതണോ വേണ്ടിയോ എന്നൊരു ഒരുപാട് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. കാരണം സാർ ഇത് ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, എന്നാൽ നമുക്ക് സജസ്റ്റഡ് ആൻസേഴ്സിൽ വളരെ കൃത്യമായിട്ട് ഒരു സെക്ഷൻസ് നൽകുന്നുമുണ്ട്. അപ്പോൾ നമുക്കിത് പഠിക്കണോ വേണ്ടിയോ, അല്ലെങ്കിൽ പഠിക്കുവാണെങ്കിൽ ഏതൊക്കെ രീതി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. അവസാനം വരെ കാണുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യമേ ഒരു കാര്യം ഓർത്ത് വെക്കുക, സെക്ഷൻസ് എഴുതിയാൽ നമുക്ക് മാർക്സ് കിട്ടും. അതായത് ഇപ്പം നോർമലി സെക്ഷൻസ് എഴുതിയില്ല സാർ എത്ര മാർക്ക് കിട്ടും സാർ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 മാർക്കിൽ നമുക്ക് 1 മാർക്ക് പോകുമോ സാർ? അങ്ങനെ ഒരു സ്പെസിഫിക് ഒരു ക്രൈറ്റീരിയ ഇല്ല. ഇപ്പം നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും സെക്ഷൻസ് എഴുതിക്കാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു 114 സ്പെഷ്യൽ റെസല്യൂഷൻ മീൻസ് എന്ന് പറഞ്ഞത് 2013 പ്രകാരം എഴുതുമ്പോൾ സോ ദാറ്റ് ഈസ് എ ഗുഡ് മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ. ഇറ്റ്സ് എ ഗുഡ് മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ. അപ്പോൾ ഓവറോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പം എല്ലാം നമുക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും ചില സെക്ഷൻസ് എങ്കിലും നമ്മൾ ഓർത്തിരിക്കണം. ഐ എം നോട്ട് കമ്പലിങ് യു ടു സ്റ്റഡി ദ റൂൾസ് ഓർ സബ് സെക്ഷൻസ്. പക്ഷെ മെയിൻ സെക്ഷൻസ് നമ്മൾ നല്ല രീതിയിൽ എഴുതിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്ഷൻസ് പഠിച്ചാൽ നമുക്ക് മാർക്സ് കിട്ടും. സാർ ഒരുപക്ഷെ ഞാൻ സെക്ഷൻസ് പഠിക്കുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ 2 സബ്സെക്ഷൻ 20 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? What is the definition of company? അല്ലെ, കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി അതർ പ്രീവിയസ് ലോ. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സാർ എനിക്ക് 2 എന്നുള്ളത് അറിയാം, 20 എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ സാർ ഞാൻ ഏത് എഴുതണം? ഞാൻ 2 മാത്രം എഴുതിയ മാർക്ക് കിട്ടുമോ? ഡെഫിനേഷൻസിൽ നമുക്ക് സബ്സെക്ഷൻ ഇല്ലാതെ മാർക്ക് കിട്ടത്തില്ല. കാരണം എല്ലാ ആക്ടിൻ്റെയും സെക്ഷൻ നമ്പർ 2ലാണ്, മെജോറിറ്റി ആക്ടിൻ്റെ സെക്ഷൻ നമ്പർ 2ലാണ് ടേംസിൻ്റെ ഡെഫിനേഷൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെഫിനേഷൻ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് കമ്പനി ഡെഫിനേഷൻ 268, അല്ലെങ്കിൽ ഫോറിൻ കമ്പനി, അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനി 245. അപ്പം നമ്മൾ 45 മാത്രം എഴുതിയാലും കാര്യമില്ല, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലോ സാറേ. അപ്പം ഞാൻ 245 എന്ന് ഇട്ടാലോ? ഇറ്റ് ഈസ് സെക്ഷൻ 245. സോ ഇഫ് യു ആർ റൈറ്റിംഗ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ അറിയത്തില്ലേ, വിട്ടേക്ക്. ഒരുപക്ഷെ നിങ്ങൾ എഴുതുകയാണ് ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് കമ്പനി എഴുതുന്നു. ഗവൺമെന്റ് കമ്പനി എഴുതിയിട്ട് 2 സബ്സെക്ഷൻ 45 എഴുതുന്ന പകരം 46 എഴുതിയാൽ അവർക്ക് നിങ്ങളുടെ എൻറ്റയർ മാർക്ക് കട്ട് ചെയ്യാം. കാരണം 246 ഗവൺമെന്റ് കമ്പനിയെ കുറിച്ച് പറയുന്നില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ അറിയാമെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ സെക്ഷൻസ് എഴുതാൽ മതി. ഇല്ല, സെക്ഷൻസ് നിങ്ങൾ എഴുതാൻ പോകരുത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 245 തന്നെ നിങ്ങൾ എഴുതി, എന്നിട്ട് നിങ്ങളുടെ പ്രൊവിഷൻസ് എല്ലാം തെറ്റിപ്പോയാൽ അത് ഉപകാരമില്ല. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാ സാറേ? സെക്ഷൻസ് ആണോ അല്ലെങ്കിൽ പ്രൊവിഷൻസ് ആണോ? ദാറ്റ് ഈസ് പ്രൊവിഷൻസിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. നമ്മുടെ സെക്ഷൻസിന് സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അതായത് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ചെയ്താൽ മതി. ഒരു പക്ഷേ നിങ്ങൾക്ക് സെക്ഷൻസ് പഠിക്കണമെന്ന് വെച്ചോ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? കുറച്ച് ട്രിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഗ്രൂപ്പിംഗ് ഓഫ് സെക്ഷൻസ് നമ്മൾ പറയും. ഈ ഗ്രൂപ്പിംഗ് ഓഫ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ വോട്ടിംഗ് എക്സാമ്പിൾ മാത്രം എടുക്കുന്നതാണ്. വോട്ടിങ്ങിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് 106 തൊട്ട് 110 വരെയും അതിൻ്റെ അകത്ത് വരുന്ന സംഭവമാണ്. കറക്റ്റാ? റെസ്ട്രിക്ഷൻ, പിന്നെ ഷോയിങ് ഓഫ് ഹാൻഡ്സ് വരും, ഇലക്ട്രോണിക് വോട്ടിംഗ് റൈറ്റ്സ് വരും, ഡിമാൻഡ് ഫോർ പോൾ വരും, പോസ്റ്റൽ ബാലറ്റ് വരും. ഇങ്ങനത്തെ സെക്ഷൻസ് വരുന്നു. ഇനി നമ്മൾ രജിസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 88 രജിസ്റ്റർ ആണ്, 89 രജിസ്റ്റർ ആണ്, 90 രജിസ്റ്റർ ആണ്, 91 രജിസ്റ്റേഴ്സ് ആണ്, 92 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്രൂപ്പിംഗ് ചെയ്യുക. അതായത് നമ്മുടെ സെക്ഷൻസ് നമ്മൾ മാക്സിമം ഏതൊക്കെ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ റെസല്യൂഷൻസും റെസല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസും, ഇപ്പോൾ അലോട്ട്മെന്റും പ്രോസ്പെക്ടസും നമുക്ക് സെക്ഷൻ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷെൽഫ് പ്രോസ്പെക്ട് ഒരു സെക്ഷൻ ആക്കണം, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, അബ്രിജ്ഡ്, ഇതിനെ 3 ഒരുമിച്ച് കൂട്ടും, അത് ഗ്രൂപ്പ് ആകും. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കുക. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഷെൽഫ് പ്രോസ്പെക്ടസ് ഏതെങ്കിലും ഒരെണ്ണം ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഷെൽഫാണ് ആദ്യം വരുന്നത്, ഷെൽഫ് ഓർത്ത് വെക്കുക. അപ്പോൾ അതിന് നെക്സ്റ്റ് വരുന്നതാണ് റെഡ് ഹെറിംഗ്, അല്ലെങ്കിൽ അബ്രിജ്ഡ്. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അതായത് നമ്മൾ പാസ്റ്റ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചിലത് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. ഇപ്പോൾ ബെയിൽമെന്റ് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട് കോൺട്രാക്റ്റിൽ,
അല്ലെങ്കിൽ ഇൻഡെമിനിറ്റി എന്നൊരു മെയിൻ ആ ഒരു സംഭവം വരുന്നുണ്ട്. ഏജൻസിയുടെ മെയിൻ കോൺസെപ്റ്റ്, ആ മെയിൻ മീനിങ് പറയുന്ന സംഭവങ്ങൾ എന്താണ്, അറ്റ്ലീസ്റ്റ് നമ്മൾ പ്ലെഡ്ജിൻ്റെ ആയിക്കോട്ടെ മീനിങ് വരുന്ന സംഭവങ്ങൾ ഡെഫിനേഷൻസ് പറയുന്നതിൻ്റെ മെയിൻ സെക്ഷൻസ് ഓർത്ത് വെക്കുക. ഇപ്പോൾ സെക്ഷൻ 8 കമ്പനിയെ കുറിച്ച് എന്ത് വന്നാലും സെക്ഷൻ 8 മാത്രം നോക്കിയാൽ മതി. റൂൾസ് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും അങ്ങനെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ സെക്ഷൻസ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തത്, നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത സെക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലാഷ് കാർഡ്സ് അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ഇല്ലേ, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മേടിച്ചിട്ട് നമ്മൾ എന്താണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിങ്ങളുടെ റൂം ആണെങ്കിൽ അവിടെ ഒട്ടിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അവിടെ ഒട്ടിച്ചു വെക്കുക. അപ്പോൾ അത് ഡെയിലി എന്താണ് നമ്മളത് കണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു നോളേജ്, ഒരു നല്ലൊരു അറിവ് നമ്മൾക്ക് വരും. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ഇല്ല. അതായത് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അത് ചുമ്മാ ഒരു കോൺസെപ്റ്റ് അല്ല, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് തന്നെയാണ്. അപ്പോൾ ആ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി സെക്ഷൻസ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കരുത്. ഇപ്പം നമ്മൾ മിററിൻ്റെ അവിടെ നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻസ് എല്ലാം എഴുതി വെക്കുകയാണെങ്കിൽ കണ്ണാടി നോക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, അത് നോക്കിയാൽ മതി, പ്രശ്നമൊന്നും തന്നെ ഇല്ല. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എന്താണ് എപ്പോഴും ഒരു ഡിഫിക്കൽട്ടായ ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര മടിയാണെങ്കിൽ മറ്റെന്തെങ്കിലും നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യം ചെയ്യുന്നതിൻ്റെ കൂടെ ആ ഡിഫിക്കൽട്ട് അങ്ങോട്ട് ചെയ്തു പോവുക. ഇതാണ് നമുക്ക് ഫ്ലാഷ് കാർഡ് കണക്ക് യൂസ് ചെയ്യുമ്പോൾ. അടുത്തത്, നമ്മൾ ഒരു ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് മാർക്സ് ദ സെക്ഷൻസ്. നമ്മൾ ചുമ്മാ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് നമ്മൾ 42 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് 42 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് അത് എവിടെയെങ്കിലും നമ്മൾ എഴുതി വെക്കുക. നമ്മളിപ്പോൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ മെറ്റീരിയൽ വായിക്കുവാണെങ്കിൽ, നോട്ട്സ് വായിക്കുവാണെങ്കിലും സെക്ഷൻസ് ഇല്ലാതെ വായിക്കുന്ന ചില സമ്മറി നോട്ട്സ് ഉണ്ട്, സെക്ഷൻസ് എല്ലാം ഉൾപ്പെടുത്തി വായിക്കുന്നതുണ്ട്. ഇപ്പോൾ നിങ്ങൾ സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ സെക്ഷൻസ് എഴുതണം എന്നൊരു കോൺസെപ്റ്റിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വായിക്കുമ്പോൾ ഇത് എഴുതുക. ഇനി 1-1-10 വായിക്കുമ്പോൾ, പോസ്റ്റൽ ബാലറ്റ് വായിക്കുമ്പോൾ 1-1-10 പോസ്റ്റൽ ബാലറ്റ് എന്ന് എഴുതുക. അങ്ങനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി നോട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സെക്ഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് തന്നെ ഓർത്ത് വെച്ചാൽ അത് വലിയൊരു കാര്യമായിരിക്കും. സാധാരണ ആൾക്കാർ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് തിങ്, യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. ഓക്കെ, ക്ലിയർ ആണോ? അതൊരെണ്ണം ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ആൽഫബറ്റ്. ഇതൊരു ചെറിയൊരു ട്രിക്ക് മാത്രമാണ്. അതായത് നോർമലി നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് 42, അപ്പോൾ 2 വാക്ക് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അല്ലേ. പിന്നെ വോട്ടിംഗ് ബൈ ഇലക്ട്രോണിക്കൽ മീൻസ് 108. ഓക്കെ, പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ടിംഗ് ബൈ പോസ്റ്റൽ ബാലറ്റ്. ഇതൊക്കെ ചെറിയ ഐഡിയ ആണ്. ഒരു പക്ഷേ മെജോറിറ്റി കാര്യങ്ങളിൽ എന്താണ് നമുക്ക് 2 വേർഡ് ഉള്ളതിന് എന്താണ് നമുക്ക് 2 ആനുവൽ 92 ആനുവൽ റിട്ടൺ. ഓക്കെ, 88 രജിസ്റ്റേഴ്സ് ഓഫ് കമ്പനി. ഇങ്ങനെ എന്താണ് നമുക്ക് ഷെൽഫ് പ്രോസ്പെക്ടസ് 33 32 അങ്ങനെ പറഞ്ഞ 31. അപ്പോൾ ഓരോരോ പ്രോസ്പെക്ടസിൻ്റെ അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ ചിലതിന് എന്താണ് 2 വേർഡും ഉണ്ട്, ആൽഫബറ്റ് 2 ന്യൂമറിക്കലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ എന്താണ് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ഇത് ഏതാണെന്ന് ഓർത്ത് വെക്കുമ്പോൾ 2 ലെറ്റർ ആദ്യമേ ആലോചിക്കുക, അല്ലെങ്കിൽ 3 ലെറ്റർ. ഇപ്പം 3 വേർഡാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 143 ആണ്, അല്ലെങ്കിൽ 145 ആണ്, 181 ആണെങ്കിൽ ഇപ്പോൾ ഏത് വരും നമുക്കത്, ബെയിൽമെന്റ് ആണോ? അപ്പോൾ നമ്മൾ എല്ലാത്തിനും എന്താണ് 3 വാക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആനുവൽ റിട്ടൺ എന്ന് പറയുമ്പോൾ 92 2 വാക്കല്ലേ ഉള്ളൂ ആനുവൽ റിട്ടൺ. അപ്പോൾ അത് ഉറപ്പായിട്ടും 2 ലെറ്റർ മാത്രമേ സെക്ഷൻസ് ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ ഓരോരോ ട്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുകയാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ട്രിക്ക് പറഞ്ഞത് മാത്രമാണ്. നെക്സ്റ്റ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ആ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നേക്കാളും പോകുന്നേക്കാളും മുമ്പ് എന്താണ് നമ്മൾ ഒരു 2 സെക്ഷൻ എങ്കിലും പഠിക്കും. അപ്പോൾ നമുക്ക് ഇനി 10-70 ദിവസമുണ്ട്. അപ്പോൾ 2 സെക്ഷൻസ് പഠിച്ചാൽ നമുക്ക് എന്താണ് 140-150 സെക്ഷൻസ് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എത്ര മിനിറ്റ് ഒരു സെക്ഷൻ പഠിക്കാൻ നമുക്ക് വേണ്ടത്? വെറും 2-3 മിനിറ്റ് മാത്രം വരെ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അനാലിസിസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ എന്താണ് ചുമ്മാ വായിച്ചു വിട്ട് നമ്മൾ പഠിച്ചാലും മതി. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. നെക്സ്റ്റ് വൺ, ഇത് നിങ്ങൾക്ക് ഒരു അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MCQ പ്രാക്ടീസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു MCQ ആക്കാണ്, സെക്ഷൻ നമ്പർ 8 എന്നതിനെക്കുറിച്ച് പറയുന്നു, സെക്ഷൻ നമ്പർ 9 എന്നതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ MCQ ആക്കിയിട്ട് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ഗ്രേറ്റ് ആണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്താണ് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിൽ പോയിട്ട് MCQ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് സക്സസ്ഫുള്ളി ഡെലിവറി ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ
ഈ ഡെലിവറി ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എന്ത് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CMA ഇന്റർ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മലയാളത്തിൽ എന്താണ് CMA എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആകുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് വീക്ക്ലി ട്വൈസ് എന്ന രീതിയിൽ നമ്മൾ വീഡിയോസും ക്ലാസ്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.